ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. ആദ്യ പരീക്ഷ മലയാളമായിരുന്നു. മലയാളം പരീക്ഷ എളുപ്പമായിരുന്നുവെന്നാണ് പരീക്ഷ എഴുതിയ ഭൂരിഭാഗം വിദ്യാർത്ഥികളും അഭിപ്രായപ്പെട്ടത്. എളുപ്പം എന്നതിലുപരി നിലവാരം പുലർത്തിയ ചോദ്യങ്ങളായിരുന്നു ഇത്തവണത്തെ മലയാളം പരീക്ഷയുടെ പ്രത്യേകതയെന്നാണ് അധ്യാപകരുടെ വിലയിരുത്തൽ. പരീക്ഷയുടെ കൂടുതൽ വിശകലനങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പിയുടെ റിപ്പോർട്ട്. ഷിബിൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏത് പരീക്ഷയെ അഭിമുഖീകരിച്ചാലും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന പരീക്ഷയാണ് SSLC പരീക്ഷ. ഈ വർഷത്തെ SSLC പരീക്ഷകൾക്കാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. മലയാളം പരീക്ഷയാണ് ഇന്ന് രാവിലെ ആരംഭിച്ചത്. 9:45 കൂടിയിട്ടാണ് പരീക്ഷ ആരംഭിച്ചത്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം. അതിനുശേഷം 10 മണിക്കാണ് പരീക്ഷ തുടങ്ങിയത്. 11:15 കൂടിയിട്ട് പരീക്ഷ സമാപിച്ചു. ഇപ്പോഴും പരീക്ഷ കഴിഞ്ഞ കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി അത് വിശകലനം ചെയ്യുകയാണ്. അവരുടെ അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്. പരീക്ഷ എങ്ങനെയായിരുന്നു, എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ ഏത് ഭാഗമാണ് ടഫായത്, ഏത് രീതിയിലാണ് പരീക്ഷ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഇതിനൊക്കെ ആയിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഇത്തവണ SSLC പരീക്ഷ എഴുതുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എന്നോടൊപ്പം ഇപ്പോഴും കുട്ടികളൊക്കെ തന്നെ ഈ വിശകലനങ്ങളും ഒക്കെ ആയിട്ട് ടീച്ചർമാരോടൊക്കെ ഒപ്പം നിൽക്കുകയാണ്. മോനെ, എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? ഏറ്റവും എളുപ്പമുള്ള എക്സാം ആയിരുന്നു ഇപ്രാവശ്യത്തെ എക്സാം. കഴിഞ്ഞ 2 എക്സാമിനേക്കാളും എളുപ്പമുള്ളത് ഇപ്രാവശ്യത്തെ എക്സാം ആയിരുന്നു. പ്രതീക്ഷിച്ചെല്ലാം വന്നായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മോനെ? പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലൊക്കെ തന്നെ എഴുതാൻ പറ്റി. ഏതായിരുന്നു ഏറ്റവും എളുപ്പമുള്ള ചോദ്യം? പ്രതീക്ഷിച്ച ചോദ്യം എല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 5ാമത്തെ ചോദ്യം ഇച്ചിരി പാടായിരുന്നു. ബാക്കിയൊന്നും കുഴപ്പമില്ല. 5ാമത്തെ തന്നെ. ടീച്ചർ ഇപ്പം കുട്ടികളോടെല്ലാം സംസാരിച്ചു. എങ്ങനെയുണ്ട് കുട്ടികളുടെ പൊതുവെ? നമുക്ക് മോഡൽ പരീക്ഷയെക്കാളും നല്ല ഒരു പരീക്ഷയായിരുന്നു. എല്ലാ ക്വസ്റ്റിനും പിള്ളേർക്ക് ആൻസർ എഴുതാൻ സാധിച്ചു. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളൊരു ക്ലാസ് എടുത്തു. അപ്പം പിള്ളേർക്കെല്ലാം തന്നെ എല്ലാ പാഠവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മലയാളം ടീച്ചേഴ്സ് എല്ലാം വന്ന് അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശവും അതുപോലെ തന്നെ എല്ലാ പാഠവും ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പം പരീക്ഷയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നല്ലൊരു ആൻസർ കുട്ടികൾക്കുണ്ടാവും. ഇപ്രാവശ്യം ഒരു എഴുതിയൊരു 80% കുട്ടികൾക്കും A+ മലയാളത്തിൽ പ്രതീക്ഷിക്കാം. അതുപോലെ ബാക്കി അങ്ങനെ ഒരു D+ ലെവലിലേക്ക് ഒന്നും ആരും പോകത്തില്ല. നല്ലൊരു പരീക്ഷയായിരുന്നു ഇപ്രാവശ്യം നടത്തിയത്. വളരെ എളുപ്പം നല്ല ക്വസ്റ്റ്യൻ, നല്ലൊരു നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതാണ്, എളുപ്പം തന്നെയല്ല, നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചെറിയൊരു പാട് പോലെ പിള്ളേർക്ക് അനുഭവപ്പെട്ടെങ്കിലും അതിന് നമ്മൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് പ്രയാസം വന്നില്ല. അടുത്ത പരീക്ഷ ഏതാ? ഇംഗ്ലീഷ് ആരംഭിച്ച് പഠിച്ചോണ്ടിരിക്കുക. അത് ഇതുപോലൊക്കെ തന്നെ ആവണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഷിബിൻ, ഇങ്ങനെ തന്നെയാണ് ആദ്യത്തെ പരീക്ഷ വളരെ എളുപ്പമായിരുന്നു എന്നാണ് അധ്യാപകരും അതുപോലെ തന്നെ കുട്ടികളും ഒക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. അടുത്തത് ഇംഗ്ലീഷ് പരീക്ഷയാണ്. ഈ പരീക്ഷയുടെ ഒരു വിശകലനം നടത്തുമ്പോൾ അധ്യാപകർ പറയുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം എളുപ്പമായിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്നത്തെ പരീക്ഷയിൽ ചോദ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തന്നെ മോഡൽ പരീക്ഷയിലും റിവിഷനിലും ഒക്കെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും നടത്തിയിരുന്നു. അതിന്റെ ഒരു ഫലമുണ്ടാകും. ഒരു കുറഞ്ഞ നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു D നിലവാരത്തിലേക്ക് ഒന്നും പോവാതെ തന്നെ ഏതാണ്ട് 80%-ലധികം വിദ്യാർത്ഥികൾക്കും A+ ലഭിക്കാവുന്ന രീതിയിലുള്ള നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മലയാളം പരീക്ഷയിൽ, ഈ വർഷത്തെ SSLC പരീക്ഷയുടെ ആദ്യ പരീക്ഷയിൽ ഉണ്ടായിരുന്നതെന്നാണ് ഇവരിപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ഹയർ സെക്കൻഡറി പരീക്ഷകളും ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷകളും ആരംഭിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോട് കൂടിയിട്ടാണ് ആ പരീക്ഷയും ആരംഭിക്കുന്നത്. ഷിബിൻ.